Hi guys, welcome to my channel. നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്ന ഒരു 6 ആംപിയർ സ്വിച്ച് ഫോൾട്ടി സ്വിച്ച് എങ്ങനെ ചേഞ്ച് ചെയ്യണമെന്ന് നോക്കാൻ പോവാണ്. 6 ആംപിയർ സ്വിച്ച് സാധാരണ ലൈറ്റ് ലോഡ്സിനാണ് കണക്റ്റഡ് ആവുന്നത്, അതായത് ബൾബ്, ഫാൻ, ലൈറ്റ്സ് എക്സെട്ര. നമുക്ക് നോക്കാം. ഇത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ രണ്ട് കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരെണ്ണം നിങ്ങളുടെ ഐസൊലേറ്റർ സ്വിച്ച് ഓഫ് ആയിരിക്കണം. അതായത് നമ്മുടെ മെയിൻ DB ബോക്സിലുണ്ടാവും, ഡിസ്ട്രിബ്യൂഷൻ ബോക്സിലുണ്ടാവും. പിന്നെ ELCB, അതായത് സർക്യൂട്ട് ബ്രേക്കറാണ്, അത് എപ്പോഴും ട്രിപ്പ് പൊസിഷനിലായിരിക്കണം. പിന്നെ എന്തെങ്കിലും ഇൻവേർട്ടർ ഔട്ട്പുട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഓഫ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഷോക്ക് കറണ്ട് കയറി വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം നിങ്ങൾ ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് സ്വിച്ച് ചേഞ്ച് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ച് ചേഞ്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ബോക്സ് വരുന്നത്. ഇതാണ് കംപ്ലൈൻറ്റുള്ള സ്വിച്ച് വരിക, വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു പുതിയ സ്വിച്ച്, 6 ആംപിയറിൻ്റെ സ്വിച്ച്, ലൈറ്റ് ആയതുകൊണ്ട്. പിന്നെ ഒരു ടെസ്റ്റർ, പിന്നെ ഈ ഊരാൻ സ്ക്രൂ ഡ്രൈവറും കൂടി വേണം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഐസൊലേറ്ററും ELCBയും ട്രിപ്പ് അല്ലേ എന്ന് ചെക്ക് ചെയ്തേക്കണം, അല്ലെങ്കിൽ ഇതിനകത്തേക്ക് പവർ വരും. ഓൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഷോക്ക് അടിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് ഓഫ് ചെയ്തിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. നമ്മൾ ബോക്സ് റിമൂവ് ചെയ്യുകയാണ്. ഈ സ്വിച്ചാണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ കണക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ ലൈൻ സ്വിച്ചാണ്, ഇത് സ്വിച്ചിൻ്റെ ഔട്ടാണ്, ലൈറ്റിലേക്ക് പോകുന്ന ഔട്ടാണ്. നമ്മൾ ഈ വയർ ഓപ്പൺ ചെയ്യുക, സ്ക്രൂ ലൂസാക്കുക, ഇവിടെയും സ്ക്രൂ ലൂസാക്കുക. റിമൂവ് ചെയ്യുക. ഓർമ്മ ഉണ്ടാവണം, ഇത് ഫേസ് വയറാണ്. ഇത് നമ്മുടെ ബൾബിലേക്ക് പോണ വയറും. ഇനി നമുക്ക് ഈ സ്വിച്ച് സോക്കറ്റിൽ നിന്ന് റിമൂവ് ചെയ്യാം. ബോക്സിൽ നിന്ന് ഒരു സൈഡ് ഇങ്ങനെ ടോപ്പിലേക്ക് സ്ക്രൂ ഡ്രൈവർ വെച്ച് ആക്കിയിട്ടുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാൻ പറ്റും. കണ്ടോ? ഇനി നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് പുതിയ സ്വിച്ച് എടുക്കാം. പുതിയ സ്വിച്ച് ബോക്സിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്ന് ഒരു സൈഡ് ഇങ്ങനെ വെച്ചിട്ട്, കാരണം രണ്ട് സൈഡും ഇതേപോലെ ക്ലിപ്പാണ്, ടോപ്പും ബോട്ടവും. അപ്പോൾ നെയിം ശ്രദ്ധിച്ചാൽ മതി. സ്വിച്ചിൻ്റെ പൊസിഷൻ അറിയണമെങ്കിൽ ഇവിടെയാണ് പ്രിൻ്റ് ചെയ്തേക്കുന്നത്. അത് ടോപ്പ് സൈഡിലേക്ക് വെച്ചിട്ട് ഒരു സൈഡ് ഇങ്ങനെ കയറ്റിയിട്ട് മറ്റേ സൈഡ്. ഓക്കെ, സ്വിച്ച് ഫിക്സ് ചെയ്തു. ഇനി നമുക്ക് ബാക്കിലെ കണക്ഷൻസ് ചെയ്യാം. ഈ സ്വിച്ചിൻ്റെ ടോപ്പ് സൈഡാണ് നമുക്ക് ഫേസ് വരുന്നത്, അതായത് കറണ്ട് വരുന്ന ഏരിയ. സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് താഴത്തെ ഏരിയയിലേക്കും വരും. അതാണ് നേരെ ബൾബിലേക്ക് പോകുന്നത്, സപ്ലൈ ആയിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ടോപ്പ് സൈഡ് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ഫേസ് വയർ കണക്ട് ചെയ്യാം. ഇനി നമുക്ക് ലൈറ്റിലേക്ക് പോണ കണക്ഷനാണ്, അത് സ്വിച്ചിൻ്റെ ഔട്ടിലേക്ക് കൊടുക്കണം. സ്ക്രൂ ഉണ്ട്, സ്ക്രൂ ലൂസ് ചെയ്യുക. എല്ലാ കണക്ഷൻസും ടൈറ്റ് അല്ലേ എന്ന് നോക്കുക എപ്പോഴും, കാരണം ലൂസ് കണക്ഷൻ ആയിട്ടുണ്ടെങ്കിൽ പിന്നെയും ട്രിപ്പും പോസിബിലിറ്റിയും ഷോക്കും എല്ലാം ഒരു പോസിബിലിറ്റി ആവാം. ഇത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഇതുപോലെ ബോക്സ് ക്ലോസ് ചെയ്യാം.
ഇനി നമുക്ക് ELCBയും ഐസൊലേറ്ററും ഓൺ ചെയ്യാം. ഈ സ്വിച്ച് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരു ബൾബ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, സ്വിച്ച് വർക്ക് ചെയ്യണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, സ്വിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. ഓഫ് ചെയ്യാം, ഓൺ ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, എവിടെയാണ് ഇനിയിപ്പോൾ ഫേസ് കണക്ട് ചെയ്യേണ്ടതെന്ന്. ഇപ്പോൾ ഈ സ്വിച്ചിൻ്റെ സൈഡിൽ തന്നെ നോർമൽ സ്വിച്ചസിലൊക്കെ നമുക്ക് പ്രിൻ്റ് ചെയ്ത് കാണും. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. 10 ആംപിയർ 240 വോൾട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ടോപ്പ് സൈഡിലാണ് ചെയ്തേക്കുന്നത്. അവിടെ നമ്മൾ നേരത്തെ ഫേസ് കണക്ട് ചെയ്തേക്കണേ. ഇവിടെ നമ്മുടെ സ്വിച്ചിൻ്റെ നെയിമും. അപ്പോൾ ഫേസിനകത്ത് ടോപ്പിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. നമ്മുടെ ലോഡ്, അതായത് ബൾബ് താഴേതാണ് കണക്ഷൻ പോയിരിക്കുന്നത്. നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിൽ നിന്ന് നമ്മുടെ ലോഡിലേക്ക് പവർ പോകും. സ്വിച്ച് ഓഫ് ചെയ്യുമ്പോഴത്തേക്കും അത് കട്ട് ഓഫ് ആയിരിക്കും. ഓക്കെ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം. ഓക്കെ, താങ്ക് യു.